ഹലോ ഫ്രണ്ട്സ്, വീഡിയോയുടെ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചിട്ടാണെന്നുള്ളത്. ഹൗ ടു ഗെറ്റ് പോസ് ബട്ടൺ ഇൻ OBS. OBSന്റെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ പറയുന്നത് PPT പ്ലസ് OBS കമ്പൈൻ ചെയ്തുകൊണ്ട് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നമുക്കൊരു ഡൗട്ട് വരും, അതായത് ഒരുപാട് സീൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ റെക്കോർഡിംഗ് പോസിബിൾ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഒരു സീനിൽ നിന്ന് മറ്റൊരു സീനിലേക്ക് പോകുമ്പോൾ പോസ് ബട്ടൺ വേണം ആണല്ലോ. ഒരുപാട് സീൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ പോസ് ബട്ടൺ ഉണ്ടെങ്കിലാണ് അത് ഈസി ആയിട്ട് ഒരു ഫ്ലോ കിട്ടുള്ളൂ, അല്ലെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് വരുമല്ലോ. അപ്പോൾ അത് നമുക്ക് ജനറലി OBS ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് ഇതുപോലെ സ്റ്റാർട്ട് റെക്കോർഡിംഗ് നമുക്ക് കാണാൻ പറ്റും. റൈറ്റ് സൈഡിൽ സ്റ്റാർട്ട് റെക്കോർഡിംഗ് കാണാൻ പറ്റും. സ്റ്റാർട്ട് റെക്കോർഡിംഗ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റെക്കോർഡിംഗ് സെക്കൻഡ്സ് മാറിക്കൊണ്ടിരിക്കുന്നു. സോ നമുക്കിവിടെ പോസ് ബട്ടൺ കാണാനില്ല. അതുണ്ടെങ്കിലാണ് നമുക്ക് നല്ല ഫ്രീ ആയിട്ട് നല്ല ആ ഒരു ഫ്ലോയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സീനിൽ നിന്ന് മറ്റൊരു സീനിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട്. സോ അതെങ്ങനെയാണ് നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആവും, അല്ലാതെ നമുക്കവിടെ പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാനില്ല. സ്റ്റാർട്ട് റെക്കോർഡിംഗ്, സ്റ്റോപ്പ് റെക്കോർഡിംഗ്, മനസ്സിലായല്ലോ. ഇനി നമുക്കതിൽ സെറ്റിങ്സിൽ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്കവിടെ പോസ്റ്റ് ബട്ടൺ കിട്ടും. അതെങ്ങനെയെന്ന് നോക്കാം. ഓക്കെ, സോ വിതൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പം നമ്മൾ സെറ്റിങ്സിലേക്കാണ് പോകേണ്ടത്. അതിന് വേണ്ടിയിട്ട് കാണാനില്ലേ സെറ്റിങ്സ്, അതിൽ ഔട്ട്പുട്ടിലേക്ക് പോവാം. ഔട്ട്പുട്ടിൽ ഇവിടെ കാണാനായിട്ട് പറ്റും റെക്കോർഡിംഗ് ക്വാളിറ്റി. അവിടെ സെയിം ആസ് സ്ട്രീം എന്നായിരിക്കും കിടക്കുന്നുണ്ടാവുക. അത് ഡീഫോൾട്ടായിട്ട് അങ്ങനെയാണ് വരിക, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. സെയിം ആസ് സ്ട്രീം. അതിൽ നമുക്ക് ഹൈ ക്വാളിറ്റി മീഡിയം ഫയൽ സൈസ്, ഇൻഡിസ്റ്റിങ്വിഷബിൾ ക്വാളിറ്റി ലാർജ് ഫയൽ സൈസ്, ലോസ്ലെസ് ക്വാളിറ്റി ട്രെമൻഡസ്ലി ലാർജ് ഫയൽ സൈസ്, നമുക്ക് ഇങ്ങനത്തെ ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. ഇതിൽ നമുക്ക് തൽക്കാലം ഹൈ ക്വാളിറ്റി മീഡിയം ഫയൽ സൈസ് എടുക്കാം. ഇതായാലും കുഴപ്പമില്ല, ലാർജ് ഫയൽ സൈസ് ആണ്. അടുത്തത് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര അത് വെരി ലാർജ് ഫയൽ ആയിരിക്കും, അത് എടുക്കാതിരിക്കുകയാണ് നല്ലത്. ഓക്കെ, അപ്പം നമുക്ക് തൽക്കാലം ഹൈ ക്വാളിറ്റി മീഡിയം ഫയൽ സൈസ് ചൂസ് ചെയ്യാം. അപ്പം സെറ്റിങ്സിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ അപ്ലൈ എന്നുള്ള ഇത് കൊടുക്കുക, അല്ലെങ്കിൽ ഓക്കെ കൊടുക്കുക. ക്ലോസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചോദിക്കും സേവ് ചെയ്യാമെന്ന്. ഓക്കെ, സേവ് ചേഞ്ചസ്, യെസ് കൊടുത്തു. ഇനി നമുക്ക് നോക്കി നോക്കാം. സ്റ്റാർട്ട് റെക്കോർഡിംഗ് കൊടുത്താൽ കണ്ടോ, നമ്മുടെ പോസ്റ്റ് ബട്ടൺ വന്നു കഴിഞ്ഞു. ഇത്ര നമുക്ക് വേണ്ടു. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ കുറച്ച് പേർക്കെങ്കിലും ആ ഡൗട്ട് വന്നത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.